ഹലോ. ഇന്ന് നമ്മുടെ റമളാൻ ക്ലീനിങ് സീരീസിൻ്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിൻ അതുപോലെ മിറർ ഏരിയാസൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു ഏരിയ ആണ് ഇന്ന് പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാഷ് ബേസിൻ നമ്മൾ ഡെയിലി ബേസിസിൽ ഒരുപാട് മൾട്ടി ടൈംസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡീപ്പ് ക്ലീന് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ വാഷ് ബേസിൻ ഏരിയയൊക്കെ എപ്പോഴും ഒരു ബോറിംഗ് ആയിരിക്കും. എപ്പോഴും കാണുന്ന ആ ഒരു കണ്ടെയ്നർ, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഡെയിലി കാണുന്ന വിഷ്വൽസ് ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു ബോറിംഗ് ആയിരിക്കും ആ ഒരു സ്പേസ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പേസ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഈ ഒരു വീഡിയോയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ നോർമൽ റൂട്ടീനും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി നമ്മുടെ റൂട്ടീനിന്ന് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ബേസ് എടുത്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ചെറിയതായിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്നാലും നല്ല ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയും കൂടിയിട്ടാണ്. ഡെയിലി റൂട്ടീനിൽ വരുന്ന വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം നമ്മൾ ക്ലീനിങ്ങും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് രാവിലത്തെ ഫുൾ റൂട്ടീൻ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്ലീനിങ് പ്രോസസ്സിന് നിന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യവും ലഞ്ചും എല്ലാം പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുള്ള പ്ലേസ് ഒന്ന് മാനേജ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് ക്ലിയർ അപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ഒരു 5 മിനിറ്റ്സ് മാനേജൊക്കെ അതിന് വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇതാ ഇന്ന് ക്ലീൻ ചെയ്യേണ്ട ഏരിയ ഒന്ന് ഫുള്ളായിട്ട് തന്നെ ഡസ്റ്റ് ഫ്രീ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇത്ര കുറച്ച് ഏരിയ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അധികം എഫേർട്ട് എടുക്കാണ്ട് നമുക്ക് ടയർഡൊന്നും ആവാണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് വളരെ ചെറിയൊരു പ്ലേസ് ആണ്. അപ്പോൾ അതാ ഞാനിവിടെ ഒരു ഡ്രൈ വൈപ്പാണ് ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഡീപ്പായിട്ടൊന്ന് വാഷും കൂടെ ചെയ്തെടുക്കാം. ഈ ഒരു ക്ലീനിങ്ങിൽ നമ്മൾ മിററും അതിൻ്റെ ലാൻഡിങ് പിന്നെ വാഷ് ബേസിൻ ഏരിയ അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു വോള് കാര്യങ്ങളൊക്കെ ഇതുപോലെ ഏതാണോ നമ്മൾ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് ആ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ അടുത്തുള്ള ചുമര് കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ അതും കൂടെ നീറ്റായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് വാഷ് ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതിയെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു വാള്, മിററ്, അതിൻ്റെ ലാൻഡിങ്, വാഷ് ബേസിൻ, അതിൻ്റെ താഴെയുള്ള പ്ലേസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാനിപ്പോൾ ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളും കൂടി ഈ ഒരു സ്പേസിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോർണറിലായതുകൊണ്ട് തന്നെ ഒരു ഡിമ്മായിട്ടുള്ളൊരു ഫീലാണ് ആ ഒരു ഏരിയ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്തിട്ട് ഒരു ഗ്രീനറിക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്തിട്ടുള്ളത്.
ഇപ്പോൾ നമ്മൾ മിറേഴ്സിൻ്റെ ചുറ്റുമായിട്ട് ഫേക്ക് ലീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോർഡർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു വാൾപേപ്പറാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ പീസ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്പേസ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ നമ്മുടെ കപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഹോൾഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും ഞാനൊരു ഫോം ഷീറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് അതിനും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കവർ ചെയ്യുന്നത് ലാസ്റ്റ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ഗ്രീൻ ആയത് കാരണം ഒരു എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ജൂട്ടിൻ്റെ റോപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി നെക്കിൽ ഇതുപോലെ ടൈ അപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പീസ് ബാലൻസ് വന്നിട്ടുള്ളത് ഞാൻ ഈ ഒരു ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മിററിൻ്റെ നെക്സ്റ്റ് കോർണറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു കോർണർ സ്പേസ്, ചെറിയൊരു സ്പേസ് നമുക്ക് ഗ്രീനറി വെച്ചിട്ട് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഒരു ബ്രൈറ്റനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഏരിയ. പിന്നെ ഒന്നും കൂടെ ഒരു എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്ട്രിങ് ലൈറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലുക്ക് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാമറയിൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു കോർണറായിട്ട് അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.